ഒരു ചെറിയ സീൻ ഞാൻ പറയാട്ടോ. നിങ്ങൾക്കിത് പരിചയം ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഒരു സാധാരണ ഈവനിങ് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരേ ടേബിളിലിരിക്കുകയാണ്. ഒരു പക്ഷേ ഡിന്നർ കഴിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്തിനെ പറ്റി? ബിൽസ്, കുട്ടികൾ, ആര് പ്ലംബറിനെ വിളിക്കും എന്നൊക്കെ. വെറും ലോജിസ്റ്റിക് ആയിട്ടുള്ള സംസാരം. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു, ഒരേ ബെഡിൽ അടുത്താണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു അവർ വേറെ ഏതോ രാജ്യത്താണെങ്കിൽ പോലും ഇത്രയും ദൂരം ഉണ്ടാവില്ലല്ലോ എന്ന്. പുറത്ത് നിന്ന് നോക്കിയാൽ എല്ലാം ഫൈനാണ്. ഫോട്ടോയിൽ സന്തോഷമുണ്ട്, ഫ്രണ്ട്സ് വിചാരിക്കുന്നു നിങ്ങളെല്ലാം സൂപ്പറാണ്, സെറ്റാണ്. പക്ഷേ ഉള്ളിൽ ഒരു വേദന ഉണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി പറ്റാത്തൊരെണ്ണം. എനിക്കെന്താ ഇത്ര ലോൺലിനെസ് തോന്നുന്നത്? വൈ ഡു ഐ ഫീൽ സോ എലോൺ വെൻ ഐ ആം നോട്ട് ആക്ച്വലി എലോൺ? ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ അൺഗ്രേറ്റ്ഫുൾ ഒന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഒട്ടും ഒറ്റയ്ക്കുമല്ല. നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഇതിനൊരു പേരുണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. Hi, I am Rohini. Welcome to Sacred Mirai. This is a space where we explore the human mind, relationship and the journey back to yourself. If that's what your heart's been needing, you are in the right space. Now let's get back. ആദ്യം തന്നെ ഞാൻ പറയാം കേട്ടോ, ഇത് ആരും സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ആരും ഇതിനെപ്പറ്റി അധികം ഡിസ്കസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. റിസർച്ച് കാണിക്കുന്നത് എനിവെയർ ഫ്രം 1 in 5 to more than half of people in a committed relationship experience loneliness inside the relationship at some point. ഒരു ഹാർവേഡ് സ്റ്റഡി കാണാനിടണ്ടായിട്ടോ. കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലുള്ളവർ ഏകദേശം 6-ൽ ഒരാൾ ക്രോണിക് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അതുകൊണ്ട് നിങ്ങളിത് സൈലൻ്റ് ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. സൈക്കോളജിസ്റ്റ് 50 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഉറക്കെ സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1973 റോബർട്ട് വീസ് എന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിച്ചു. അത് ഇന്നും ശരിയാണ് കേട്ടോ. ലോൺലിനെസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് സോഷ്യൽ ലോൺലിനെസ്. അത് നിങ്ങളുടെ ചുറ്റും ആളുകൾ ഇല്ലാത്തപ്പോൾ, അതായത് ഫ്രണ്ട്സ് ഇല്ല, നമുക്ക് കമ്മ്യൂണിറ്റികളൊന്നുമില്ല, നെറ്റ്വർക്ക് ഇല്ല. പക്ഷേ രണ്ടാമത്തത് ഇമോഷണൽ ലോൺലിനെസ്. ഇമോഷണൽ ലോൺലിനെസ് നിങ്ങളുടെ ചുറ്റും എത്ര ആൾക്കാരുണ്ട് എന്നതിനെ പറ്റിയല്ല. ഇറ്റ്സ് അബൌട്ട് വെദർ യു ഫീൽ ട്രൂലി സീൻ ബൈ ഈവൻ വൺ ഓഫ് ദെം. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, ഷെയറിങ് എ ബെഡ് എവറി നൈറ്റ് ആൻഡ് സ്റ്റിൽ ബി ഇമോഷണലി ലോൺലി. കാരണം ഈ ലോൺലിനെസ് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പ്രസൻസിനെ പറ്റിയായിരുന്നില്ല, അത് അവരുമായിട്ടുള്ള കണക്ഷൻ്റെ അഭാവത്തിനെ പറ്റിയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാം ഫൈനാണ്, പൂർണ്ണമാണ്, ഫുള്ളാണ്, പക്ഷേ യു ആർ എംപ്റ്റി ഫ്രം ഇൻസൈഡ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. കാരണം ഇത് ഒരിക്കലും ഒരു വലിയ ഡ്രമാറ്റിക് മൊമെൻ്റ് അല്ല. ജോൺ ഗോട്ട്മാൻ എന്ന റിസർച്ചർ കണ്ടെത്തി കണക്ഷൻ ചെറിയ എവ്രിഡേ മൊമെൻറ്റ്സിലാണ് തുടങ്ങുന്നത് എന്ന്. അതായത് ഒന്ന് കൈ പിടിക്കുക, ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക, ശരിക്കും നിൻ്റെ കാര്യം പറയൂ, അങ്ങനത്തെ ചെറിയ ചെറിയ സിമ്പിൾ കോൺവെർസേഷൻ ആൻഡ് സിമ്പിൾ മൊമെൻറ്റ്സ് എവ്രി ടൈം യു ടേൺ ടുവേർഡ്സ് ഈച്ച് അതർ ഓർ യു ഡോണ്ട്. ലൈഫ് ബിസിയായി തുടങ്ങുമ്പോൾ ഈ സിമ്പിൾ മൊമെൻറ്റ്സ് ഒരു എന്നിൽ ഒതുങ്ങുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? And Gottman found that when couples stop turning towards each other in these small ways, they slowly become strangers living together. So gradually they don't notice until the distance aches. പക്ഷെ മിക്ക ആൾക്കാരും മിസ് ചെയ്യുന്ന ഭാഗം ഇതാണ്. വെൻ യു ഹാവ് ഫെൽറ്റ് അൺസീൻ ലോങ് ഇനഫ് യു സ്റ്റാർട്ട് ടു ഷ്രിങ്ക്. നിങ്ങളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിർത്തും. യു ഗോ ക്വയറ്റ് ആൻഡ് സ്ലോലി യു ഡോണ്ട് ജസ്റ്റ് ലൂസ് കണക്ഷൻ വിത്ത് യുവർ പാർട്ട്ണർ, യു ലൂസ് കണക്ഷൻ വിത്ത് യുവർ സെൽഫ്. ഇതെനിക്കെങ്ങനെ ഇത്ര നന്നായിട്ട് അറിയാമെന്നല്ലേ? ഞാനും ഇത് ജീവിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് ഇൻ മൈ ലൈഫ് ആൻഡ് ബട്ട് ആബ്സെൻറ്റ് ഫ്രം മൈ സെൽഫ്. സ്വയം വീണ്ടും റീകണക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങാവുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, കം ബാക്ക് ടു യുവർ സെൽഫ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ കാര്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അത് നടത്തമാവാം, മ്യൂസിക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ട് കളഞ്ഞ ഹോബി ആവാം. യു കാൺട്ട് ബി മെറ്റ് ഇഫ് ദർ ഇസ് നോ യു ദെയർ ടു മീറ്റ്, അല്ലേ? 2, നെയിം ദ നീഡ് ടു യുവർ പാർട്ട്ണർ, ഡോണ്ട് ബ്ലെയിം. ഐ ഹവ് ബീൻ മിസ്സിങ് ഫീലിംഗ് ക്ലോസ് ടു യു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നമ്മളുടെ കണക്ഷൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറ്റ് ഓപ്പൺസ് എ ഡോർ. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വഴക്ക് അവിടെ തുടങ്ങുന്നു, അല്ലേ? സേ ദ റിയൽ തിങ് ജെന്റ്ലി. 3, ചെറിയ മൊമെൻറ്റ്സിനെ വീണ്ടും റീബിൽഡ് ചെയ്യുക. ഒരു ലോജിസ്റ്റിക് ചോദ്യത്തിന് പകരം 5 മിനിറ്റ് ഫോണൊക്കെ ഒന്ന് താഴെ വെച്ച് പാർട്ട്ണറെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറയാം. അത് രണ്ടുപേരുടെ ഇടയിലെ ലോൺലിനെസ് കുറയ്ക്കും.
ഇതാണ് ആദ്യത്തെ സ്റ്റെപ്സ്. ദ ഡീപ്പർ വർക്ക്, അതായത് റീസെറ്റിംഗ് ദാറ്റ് ഹെവി എനർജി ആൻഡ് റീബിൽഡിംഗ് ഹൂ യു ആർ, ദാറ്റ്സ് ദ ജേർണി ഐ വാക്ക് പീപ്പിൾ ത്രൂ. ഈ വീഡിയോ നിങ്ങളുടെ ലൈഫ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കോയിൻസിഡൻസ് അല്ല. യു ഡോണ്ട് ഹാവ് ടു ക്യാരി ഇറ്റ് അലോൺ. കണക്ട് വിത്ത് മീ ഫോർ ഫർദർ ഡീപ്പർ സെഷൻ ആൻഡ് ഫോളോ അലോങ്. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു യുവർ സെൽഫ് ആൻഡ് ദ പീപ്പിൾ യു ലവ്. You are not too much. You are not alone in feeling alone. And you can come back. So, see you next time in the next video. Okay? Bye-bye.